ഹലോ ഹായ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് മിഥു മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തത്. അതായത് പ്രണയം നൈരാശ്യമാണ് ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം. ആള് ഓൾറെഡി ആത്മഹത്യ കുറിപ്പും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഏകദേശം കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അറിയില്ല. ജനം ടി വി ആണ് ഞാൻ കാണുന്നത്. ജനം ടി വിൻ്റെ ഒരു ന്യൂസ് കാര്യങ്ങളാണ് അവരിട്ടിട്ടുള്ള ന്യൂസും അതിൻ്റെ റൈറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ദെൻ വന്നിട്ട് വേറെ മെയിൻ ആയിട്ട് വരുന്ന ന്യൂസ് ചാനലുകളൊന്നും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ നോർമലി ഉണ്ടല്ലോ, ഏതെങ്കിലും പെൺകുട്ടീനെയാണ് ഒരു ആൺകുട്ടി വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ഇതുപോലെ ചതിച്ചിട്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലേ, ക്യാമ്പയിനായി. പിന്നെ ആ ചെക്കൻ്റെ 6 മാസം കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടിട്ട് അവൻ ഈ പെൺകുട്ടി മരിക്കുന്ന അന്ന് വരെയുള്ള ഫോട്ടോസ് മൊത്തം സ്പ്രെഡാവും. ഇതൊരു പെൺകുട്ടിയാണ് എന്നുള്ള ഒരൊറ്റ ഇതിൻ്റെ പേരിൽ, പെൺകുട്ടിയായി ജനിച്ചതിൻ്റെ ഒറ്റ പ്രിവിലേജിൻ്റെ പേരിൽ ആ കുട്ടീൻ്റെ ഫോട്ടോ പോലും ആൾക്കാർ ബ്ലർ ആക്കിയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, കാരണം ചിലപ്പോൾ അവർ അതിൻ്റെ നിയമവശം പേടിച്ചിട്ടായിരിക്കും. കാരണം സ്ത്രീകളുടെ ഫേസ് നമ്മൾ FIR ഫയൽ ആവാണ്ട് പുറത്ത് കാണിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ. കാരണം ഫ്യൂച്ചർ, ആ കുട്ടീൻ്റെ ഫ്യൂച്ചർ അത് നമ്മൾ മുഖ്യം പിക്കില്ലേ, പെൺകുട്ടീൻ്റെ ഫ്യൂച്ചർ മുഖ്യമാണ്. ഇവിടെ ഏകദേശം എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ആ പെൺകുട്ടീൻ്റെ ഫ്യൂച്ചർ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതേ സ്ഥാനത്ത് ഒരു പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ചെക്കൻ്റെ ഈ നൂലുകെട്ട് മുതലുള്ള ഫോട്ടോസ് സ്പ്രെഡ് ചെയ്യുന്നത്? അപ്പം ആ ചെക്കന് ഫ്യൂച്ചർ ഇല്ലേ? ഇവിടെ ഈ കേസിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഏകദേശം 5 years റിലേഷൻഷിപ്പിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആത്മഹത്യ കുറിപ്പും കാര്യങ്ങളും കണ്ടാൽ മനസ്സിലാവും. അത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ മടിയാണെന്ന് അറിയാലോ. അപ്പം സീക്രട്ട് ഏജന്റ് ഇട്ട വീഡിയോൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് ആത്മഹത്യ കുറിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അമ്മേനോടും ബാക്കിയുള്ള ആൾക്കാരോടും ഫ്രണ്ട്സിനോടും ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത്രയ്ക്കും എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ മരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന അക്ഷര എന്ന് പറയുന്ന അവൻ ഗാദു അങ്ങനെ എന്തോ വിളിക്കുന്ന കുട്ടി, അപ്പം ആ കുട്ടീനോട് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം വേറൊരു ന്യൂസിൽ വന്ന വാർത്തയിൽ ഈ കുട്ടീൻ്റെ അമ്മ പറയുന്നത് ഇങ്ങനെ വേണ്ട, അല്ലെങ്കിൽ ബ്രേക്കപ്പ്, ഈ ഒരു റിലേഷൻഷിപ്പ് 5 വർഷത്തെ റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ട എന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറഞ്ഞ സമയത്ത് ഈ അമ്മ കുറച്ച് സമയം കൂടി തരണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എൻ്റെ മകനെ പറഞ്ഞ് മാറ്റിയെടുത്തോളാം എന്നാ കുട്ടീനോട് പറഞ്ഞിട്ട് അതിന് പോലും ആ കുട്ടി തയ്യാറായിട്ടുള്ള. ഒരു 5 വർഷം എന്തായാലും നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഓക്കെ, എന്തായാലും ഈ മിഥു സ്നേഹിച്ചു. അപ്പോൾ 5 വർഷം എന്തായാലും അവന് വേണ്ടിയിട്ട് നീ എന്താ പറയുക, ഇപ്പം നിൻ്റെ സൈഡ് നോക്കുമ്പോൾ അതൊരു സാക്രിഫൈസ് ആണല്ലോ. അങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ചൊരു സമയം കൂടി കൊടുക്കാറുന്നില്ലേ? എന്നാൽ ആ അച്ഛനും അമ്മക്കും ആ മകൻ ഇന്നും ജീവനോടെ. ഓക്കെ, ഡിപ്രസ്ഡ് ആയിരിക്കും. കാരണം ഒരു 5 years ടൈം എന്ന് പറയുന്നത് ചെറിയ ടൈം പീരീഡ് ഒന്നുമല്ല. 5 വർഷത്തെ ഇപ്പം എന്താ പറയുക, 5 വർഷത്തെ ആ ഒരു ആളുടെ സമയം, ഇമോഷൻസ് എല്ലാമാണ് ഒറ്റ നിമിഷം കൊണ്ട് വേണ്ട, അല്ലെങ്കിൽ എനിക്കിത് പറ്റില്ല എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. നമുക്കൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം യോജിച്ച് പോവില്ല, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നോ പറയുന്നതിൽ നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. കാരണം 2 പേർക്കും യൂസ് ഇല്ല എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അല്ലാതെ നീ പോയി ചാവ്, നീ ചത്താലും ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ അക്ഷരേൻ്റെ അമ്മ പറയുന്നുണ്ട് അവനോട്, നീ പോയി ചത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഓൾറെഡി 5 വർഷത്തെ റിലേഷൻഷിപ്പ് ബ്രേക്കായി നിൽക്കുന്ന, ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നീ മരിക്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്കങ്ങനെ തോന്നും. നമുക്കെന്നാൽ പിന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്രയും സ്നേഹിച്ച ആൾക്ക് സമാധാനം കിട്ടും എന്നുണ്ടെങ്കിൽ, അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവും എന്നുണ്ടെങ്കിൽ, ഞാനില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് നല്ലതെന്നൊക്കെ ചിന്തിക്കും. കാരണം അത് ഡിപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നുപോയ ആൾക്കാർക്ക് മാത്രമേ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ കുട്ടീൻ്റെ അച്ഛൻ, മിഥുൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഈ കുട്ടിക്ക് ഫെൻസിങ് കിറ്റ്, ആളൊരു ഫെൻസിങ് പ്ലെയർ ആണ്. അപ്പോൾ എന്തായാലും ഇത് നെയ്യാറ്റിൻകരയാണ് ഇവർ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. കേസ് കാര്യങ്ങൾ എടുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളൊരു ഫെൻസിങ് പ്ലെയർ ആണ്
പണ്ട് ഫെൻസിങ്ങിൽ ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഗ്രേസ് മാർക്കും കൂടെ കൂട്ടി കിട്ടിയിട്ടുണ്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കാരണം നാളെ കുട്ടിക്ക് ഫെൻസിങ്ങിൻ്റെ മാച്ച് ഉള്ളത് കൊണ്ട് കേസെടുക്കാനോ അല്ലെങ്കിൽ ജയിലിൽ ഇടാനോ മാത്രം പറ്റില്ല, കുട്ടീൻ്റെ ഫ്യൂച്ചർ ഫെൻസിങ്ങിലുള്ള ഫ്യൂച്ചറിനെ ബാധിക്കുന്നൊക്കെ പറഞ്ഞിട്ട് തള്ളും. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഇതെവിടെ എത്താണെന്നും പോകുന്നില്ല. പോവാൻ ആ മിഥുൻ്റെ അച്ഛനും അമ്മയ്ക്കും സിബ്ലിങ്സിനും പോയി എന്നല്ലാണ്ട് ഇതിൽ വേറൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. നമ്മളെപ്പോഴും പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രം, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ബോയ് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നോ ഉണ്ടാകുന്ന ദുരവസ്ഥകളെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. ആൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥകളെ കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കാറില്ല. ടോക്സിക് ആയിട്ടുള്ള ബോയ് ഫ്രണ്ട്, ടോക്സിക് ആയിട്ടുള്ള ഹസ്ബൻഡ്, ടോക്സിക് ആയിട്ടുള്ള പാർട്ട്ണർ, അവിടെ എവിടെയും നമ്മൾ ടോക്സിക് ആയിട്ടുള്ള വൈഫ്, ടോക്സിക് ആയിട്ടുള്ള ഗേൾ ഫ്രണ്ട് അങ്ങനെ പറയാറില്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുമില്ല. ഓക്കെ, അപ്പം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ആൺകുട്ടികൾക്ക് എന്താ, അവരെന്താ മനുഷ്യന്മാരല്ലേ, അവർക്ക് എന്താ ഒരു വിലയും ഇല്ലേ? നിങ്ങളൊരു റിലേഷൻ ആ ഒരു ലെറ്ററിൽ അത് കഴിഞ്ഞ് ഈ കുട്ടീൻ്റെ അച്ഛൻ, മിഥുൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഫെൻസിങ് കിറ്റ്, അതുപോലെ തന്നെ ഐഫോണ്, ലാപ്ടോപ്പ്, മാല, ഇങ്ങനെയുള്ള കുറേ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കുട്ടീനെ കോച്ചിങ്ങിന് വിടുന്നതൊക്കെ അത് ഈ മിഥുവിൻ്റെ ഫ്രണ്ടാണ് മെസ്സേജ് അയച്ച് പറഞ്ഞത്. കോച്ചിങ്ങിന് വിടുന്നതൊക്കെ മിഥുവാണ്, അതിനുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നത് മിഥുവാണ്. ദെൻ വന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും, ഇനി ഇവൾ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിക്കും, അപ്പോൾ ആൾ കാർ എടുത്ത് പോയിട്ട് ആ കുട്ടീനെ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവിടും. സ്വാഭാവികം കല്യാണം വരെ ഉറപ്പിച്ച ആൾക്കാരാണല്ലോ ഇവർ. 5 years റിലേഷൻഷിപ്പാണ്. കല്യാണത്തിൻ്റെ ആവശ്യത്തിനാണോ എന്നറിയില്ല, 3 lakhs rupees ഈ മിഥു എന്ന് പറയുന്ന ആൾ അക്ഷരയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും എമൗണ്ടിൻ്റെ സാധനങ്ങൾ വാങ്ങി, അത് ഞാൻ പറയാലോ, അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ലീഗലി നിങ്ങൾ കല്യാണം കഴിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ ഷെയർ ചെയ്തിട്ട് കേസിന് വരെ പോകാൻ പറ്റില്ല. സാധനങ്ങളൊന്നും തിരിച്ചു തരണം, കാരണം നിങ്ങൾ ലീഗലി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരല്ലല്ലോ. അപ്പം കഴിവതും ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള സമയത്ത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അവിടെ വരെ പോവില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. മുട്ടായി വാങ്ങിക്കൊടുത്തോ, പ്രശ്നങ്ങളൊന്നുമില്ല. ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്തല്ലേ ഈ പ്രശ്നങ്ങൾ. പിന്നെ അതിലച്ഛൻ പറയുന്നുണ്ട് വേറൊരാളുമായിട്ട് ഈ പറയുന്ന അക്ഷര എന്ന് പറയുന്ന ആൾ റിലേഷനിലായതിന് ശേഷമാണ് ഈ ഒരു ആൾക്ക് മിഥുന് പ്രശ്നങ്ങളും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തത്. സ്വാഭാവികമാണ്. 5 വർഷത്തെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വേറൊരാൾ വന്നു, അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് ഞാൻ ഉപരിപഠനത്തിന് പോയ സമയത്താണ് റിലേഷനിലാവുന്നത്. അത് കേൾക്കുക എന്ന് പറയുന്നതിനേക്കാളും വലിയ നമുക്ക് വേറെ ഇല്ല. അത്രയും സ്നേഹിച്ച് നമ്മളങ്ങനെ കൊണ്ടു നടന്നിട്ട് ആ ആൾ നമ്മളെ സ്നേഹിക്കുന്ന അതേ ആ ഒരു സാഹചര്യത്തിൽ തന്നെ വേറൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു എന്ന് അറിയുന്നതിനേക്കാളും വലിയ ഇത് നമ്മുടെ ലൈഫിൽ വരാനില്ലല്ലോ. അത്രയും സ്നേഹിക്കുന്ന സമയത്ത് അതിലെന്തോ ആ ഒരു ആത്മഹത്യാക്കുറിപ്പിൽ ആരുടെ പേരും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ആ ആൾ നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ നിങ്ങൾക്കുണ്ടല്ലോ പെൺകുട്ടികളോടായാലും ആൺകുട്ടികളോടായാലും ആണ് ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അല്ലാണ്ട് നിങ്ങളിങ്ങനെ അവരെ വളരെ മരണത്തിലേക്ക് ഇങ്ങനെ തള്ളിവിടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പം ഈ മിഥുൻ്റെ ഫ്രണ്ട് മെസ്സേജ് അയച്ച് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആള് ആത്മഹത്യ ചെയ്തിട്ട് ഏകദേശം 1 വീക്കോളമായി. ഈ മിഥു എന്ന് പറയുന്ന കുട്ടി ആത്മഹത്യ ചെയ്തിട്ട് 1 വീക്കോളമായി. ഈ കുട്ടി ഈ പറയുന്ന അക്ഷര കണ്ടിന്യൂസ്ലി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റും കാര്യങ്ങളും, ന്യൂ ലൈഫ്, ഐ എം സ്റ്റാർട്ടിങ് എ ന്യൂ ലൈഫ് എന്ന് പറഞ്ഞ് സ്റ്റോറികൾ പോസ്റ്റ് ചെയ്യുകയും പോസ്റ്റ് ഇടുകയും, പിന്നെ ഇവരിടുന്ന ഈ മിഥുന് വേണ്ടിയിട്ട് ജസ്റ്റിസ് ഫോർ മിഥു എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾക്കെല്ലാം ഇവർ ലൈക്ക് ചെയ്യുകയും അതിന് റിപ്ലൈ കൊടുക്കുകയും വളരെ കൂളായിട്ട്, അതായത് ഇങ്ങനെ ഞാൻ കാരണമാണ് മിഥു മരിച്ചതെന്ന് അറിഞ്ഞിട്ട് പോലും അതൊന്നൊരു വിഷയമല്ല, കാരണം ദാറ്റ് വാട്ട് ഷീ വോണ്ടഡ്, ആ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയ എത്തിയതിന് ശേഷമാണ് ആൾ മെല്ലെ അക്കൗണ്ടും ഡിലീറ്റ് ആക്കി വിട്ടത് എന്നാണ് മിഥുവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എഗൻ ആൻഡ് എഗൻ ഞാൻ പറയുന്നു, നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഓക്കെ അല്ലെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് പറ്റാത്ത റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊന്നുമല്ല. അല്ലാണ്ട് ഒരാൾ ഇരിക്കെ തന്നെ വേറൊരാളുമായിട്ട് റിലേഷനിലാവുക, കല്യാണം ഉറപ്പിച്ചതിന് ശേഷം റിലേഷനിലാവുക, അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ നിങ്ങൾക്കൊരു സിറ്റുവേഷൻ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മിഥു ഒരു ബോൾ ബാഡ്മിൻ്റണിലും ആർച്ചറിയിലൊക്കെ പിന്നെ
നാഷണൽ ലെവലിലുള്ള പ്ലെയറൊക്കെയാണ്, പിന്നെ കോളേജ് യൂണിയനിലും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പം വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ബോയ് ആവാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസ് എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളെ പാരൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഷെയർ ചെയ്യുക, അവരുടെ അടുത്ത് കുറച്ച് നേരം പോയിരിക്കാൻ ശ്രമിക്കുക. ഡിപ്രഷൻ എന്ന് പറയുന്നൊരു സംഭവം വന്ന ആൾക്കാർക്ക് ഇത് അത്ര ഈസി അല്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ടിനെയോ പാരൻറ്റിനെയോ വിളിക്കുക, അവരുടെ അടുത്ത് ഇരിക്കുക. അല്ലാണ്ട് ഒരിക്കലും ദയവ് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങളുടെ ലൈഫ് അവസാനിപ്പിക്കാൻ വേണ്ടി നിൽക്കരുത്. പിന്നെ ഇതുപോലെയുള്ള ഇഷ്യൂസ് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം സ്ത്രീകൾക്ക് മാത്രം അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് മാത്രം കിട്ടാനുള്ളതല്ല നീതി എന്ന് പറയുന്ന ഒരു സാധനം. ഇവിടെ ഈ കുട്ടി തെറ്റുകാരിയാണ്, ഈ പറയുന്ന ആ കുട്ടിക്ക് മുകളിൽ ആരോപിക്കപ്പെടുന്നതെല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ നല്ല തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ. പിന്നെ ഫെൻസിങ്ങിലുള്ള ഇതൊന്നും പരിഗണിക്കാതെ, അല്ലെങ്കിൽ പണ്ട് കിട്ടിയ 10ാം ക്ലാസ്സിലെ A+കളൊന്നും പിന്നെ പരിഗണിക്കാതെ ആ കുടുംബത്തിന്, ഈ പറയുന്ന മിഥുൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കുക തന്നെ വേണം. കാരണം അവർക്ക് അവരെ മകനാണ്, 23 വയസ്സ് വരെ നോക്കി വളർത്തിയ ഒരു മകനാണ്. ഒരു സ്നേഹിച്ചതിൻ്റെ പുറത്ത്, വേറെ ഒന്നിൻ്റെ പേരിലുമല്ല, ഒരു പെൺകുട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ പുറത്താണ് ഒരു ആൺകുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. സോ ഈ ഒരു ഇഷ്യൂ മാക്സിമം ഷെയർ ചെയ്യുക. ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് കേസെടുത്ത് എത്രയും പെട്ടെന്ന് ആ ഫാമിലിക്കുള്ള നീതി ലഭിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പം പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടാണ്, നമ്മൾ എന്തൊക്കെയോ ന്യൂസുകൾ ഈ വരുന്ന ദിവസങ്ങളിൽ വളരെ വിയേർഡായിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടാണ്, നിങ്ങളെ റിലേഷൻഷിപ്പിൽ ലോയലല്ല, എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോവില്ല എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് രണ്ടാളും നല്ല രീതിയിൽ മൂവ് ഓൺ ആയി പോകുന്നതാണ് ബെറ്റർ. ഇതുപോലെ ഉള്ള അവസ്ഥകളിലേക്കൊന്നും ഒരാണിനെ മാത്രമല്ല, ഒരാണിനെയും ഒരു പെണ്ണിനെയും ഇനിയിപ്പോൾ ആരെയാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കൊന്നും തള്ളി വിടാണ്ടിരിക്കുക. ഓക്കെ.